ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും സുഖം കേട്ടോ. റാഹത്തായിട്ട് പോകുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും റബ്ബ് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പിന്നെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും റബ്ബ് സമാധാനം രക്ഷയും നൽകട്ടെ. ആമീൻ. ഞാൻ വന്ന വീഡിയോ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവില്ലേ. ഞാൻ ഈ ആഗ്രഹം സാധിക്കാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര ഒരു പവർഫുള്ളായത് കേട്ടോ ദിക്കറുകളാണ്. ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി. ഒരു ശനിയാഴ്ച തുടങ്ങുക കേട്ടോ. ഒരു ശനിയാഴ്ച മുതൽ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച 7 ദിവസം മുടങ്ങാതെ ചെയ്യാൻ നോക്കുക. നമ്മളൊരു കാര്യം ചെയ്താൽ മുടങ്ങരുത് കേട്ടോ. മുടങ്ങാതെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഹലാലായ ആഗ്രഹമാണെങ്കിലും റബ്ബ് നടത്തിത്തരും, ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യുക. ഒന്നുകിൽ സുബഹിക്ക് ശേഷം, അല്ലെങ്കിൽ രാത്രി മഗ്‌രിബിന് ശേഷമുള്ള സമയത്ത്. രാത്രി എത്ര വൈകിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം തിരഞ്ഞെടുക്കുക. പിന്നെ രാത്രിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം. ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടറിയോ, മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. മുടങ്ങാതെ 7 ദിവസം 7 ദിക്കറാണത്. ഒരു ദിക്കർ ഇന്ന്, ഒരു ദിക്കർ നാളെ, അങ്ങനെ 7 ദിവസം മുടങ്ങാതെ ചെല്ലുക. ശനിയാഴ്ച ദിവസം ചെല്ലുന്ന ദിക്കറാണ് യാ റഹ്മാനു യാ റഹീമു, യാ റഹ്മാനു യാ റഹീമു. ഈ ഒരു ദിക്കറില്ലേ 100 തവണ ചെല്ലുക കേട്ടോ. സമയം നിങ്ങൾ തന്നെ കണ്ടെത്തുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം. ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഉറങ്ങുന്ന സമയമോ അങ്ങനെയൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ. ഒന്നുകിൽ സുബഹിക്ക് ശേഷം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം രാത്രിയിൽ. പിന്നെ എന്താ, ഫസ്റ്റ് ദിവസം ചെല്ലുന്ന ദിക്കറാണ് ഇത് കേട്ടോ, യാ റഹ്മാൻ യാ റഹീമെന്ന്. പിന്നെ ഞായറാഴ്ച രണ്ടാമത്തെ ദിവസം ചെല്ലുന്ന ദിക്കറാണ് യാ വാഹിദു യാ അഹദു, യാ വാഹിദു യാ അഹദു. ഈ ഒരു ദിക്കറിൽ 100 തവണ ചെല്ലുക. ചെറിയ സമയം മതി, 1-2 മിനിറ്റ് വേണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ, അത്ര മതി. അപ്പോൾ നിങ്ങൾ ഏതൊരു ആഗ്രഹമാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യം നിയ്യത്ത് വെക്കുക. നിയ്യത്ത് കരുത് പഠിച്ചാൽ എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, ഞാൻ ഈ ചെല്ലുന്ന നിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളുടെ ഹക്ക് വർക്കത്ത് കൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേന്ന് പറയാം. പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അതേപോലെ നിസ്കാരം, ഫർള് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് എല്ലാത്തിനും അല്ലാഹു ഉത്തരം നൽകുള്ളൂ. പിന്നെ രണ്ടാമത്തെ ദിവസം എന്താ പറയുക, പിന്നെ ഇതാണ് മൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ച. പിന്നെ അത് 100 തവണ തന്നെയാണ് യാ സ്വമദ് യാ ഫറുദു, യാ സ്വമദ് യാ ഫറുദു. ഈ ഒരു ദിക്ർ എന്തൊക്കെ അറിയാം 100 തവണ തന്നെ ചെല്ലുന്ന സമയത്ത് ഇടയിൽ കൂടെ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയം കണ്ടെത്തി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഏതൊരു ഹലാലായ ആഗ്രഹമാണ് റബ്ബ് നടത്തിത്തരും, ഉറപ്പാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ദിക്കറും സ്വലാത്തും ഒക്കെ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ മൂന്നാമത്തെ ചൊവ്വാഴ്ച എന്താ യാ ഹയ്യോ യാ കയ്യോ. ഈ ഒരു ദിക്കറിൻ്റെ എന്താ പറയുക, പവർ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. എത്ര വിഷമമുണ്ടെങ്കിൽ, എത്ര മാനസികമായ ടെൻഷനുള്ള സമയത്ത് ഇതൊന്നും ചെല്ലിയൊക്കെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ വരും. അപ്പോൾ നമ്മളെ ഏതൊരു ഹലാലായ ആഗ്രഹമാണെങ്കിൽ റബ്ബ് അത് സാധിപ്പിച്ച് തരും. ഈ ഒരു ദിക്കർ ഇതേപോലെ തന്നെ 100 തവണ ചൊവ്വാഴ്ച ദിവസം ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും, ഞാനൊരു കാര്യം പറയാം, എന്നെയും എൻ്റെ മക്കളെ എല്ലാവരെയും, കുടുംബത്തിനെയും മുഹ്മിനുകളെയും എല്ലാ മുഹ്മിനാത്തുകളും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അതേപോലെ ഇതും 100 തവണ തന്നെയാണ് കേട്ടോ. അല്ല ബുധനാഴ്ച യാ ഹന്നാനു യാ മന്നാനു, യാ ഹന്നാനു യാ മന്നാനു, അതും 100 തവണ തന്നെയാണ് കേട്ടോ. ബുധനാഴ്ച ദിവസം ഇതേപോലെ ഈ ദിക്കർ പിന്നെ 100 തവണ ചെല്ലുക കേട്ടോ. പിന്നെ അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ അറിയാം, സംസാരം ഒഴിവാക്കുക. ഇത് ചെല്ലുന്ന തുടങ്ങിയാൽ പിന്നെ 100 പൂർത്തിയാക്കുന്നതിനിടയിൽ സംസാരിക്കാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഏത് കാര്യം നമുക്ക് നടക്കാൻ തന്നെ ഇല്ല, നമ്മുടെ ടെൻഷനും വിഷമം മാറാൻ തന്നെ ഇല്ല, നമ്മൾ ഹൃദയം ശുദ്ധിയായാൽ തന്നെ നമ്മളെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാവും. പിന്നെ വ്യാഴാഴ്ച ചെല്ലേണ്ട ദിക്കറാണ് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഒരു ദിക്കർ ഇതേപോലെ തന്നെ ഈ പിന്നെ 100 തന്നെ ചൊല്ലി പൂർത്തീകരിക്കുക കേട്ടോ. അപ്പോൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷം 12 ചെല്ലാറുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു അത്ഭുതമാണ് ആ ദിക്കർ. അപ്പോൾ ആ ഒരു ദിക്കറും എന്താ പറയുക 100 തവണ ചെല്ലാൻ ശ്രമിക്കുക.
വെള്ളിയാഴ്ച ലാസ്റ്റത്തെ ദിവസം അവസാനത്തെ ദിവസം യാ അല്ലാ യാഹു യാ അല്ലാ യാഹു യാ അല്ലാ യാഹു ഈ ഒരു ദിക്റും ഇതേപോലെ തന്നെ 100 തവണ ചെല്ലുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു മാനസികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, മക്കൾ കൊണ്ടായിക്കോട്ടെ, ഭർത്താവിനെ കൊണ്ടായിക്കോട്ടെ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ഏതൊരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ദിക്റുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെല്ലിയൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഉറപ്പായിട്ട് അതിൻ്റെ ഫലം കാണും. പിന്നെ ഞാനൊരു സന്തോഷ വാർത്തയും കൂടെ എനിക്ക് പറയാനുണ്ട്. എൻ്റെ മോൾക്ക് കോളേജിൻ്റെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായിട്ടായി. പക്ഷേ മോൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് സൂറത്തുൽ ഫതഹിൻ്റെ ഒരു പിന്നെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഫതഹ് ഓതാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഞാൻ മുന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ചെറിയ മോളാണ്, 17 വയസ്സായിട്ടുള്ളൂ. മോളോട് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കാനില്ല, അവളെ കൂടെ എല്ലാവരും ക്ലാസ്സിൽ പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞ് 3 ദിവസം കൊണ്ട് മോൾ സൂറത്തുൽ ഫതഹ് ഒരു ദിവസം 7 വെച്ച് ഓതി നോക്ക് മോളെ. പിന്നെ ആഗ്രഹം അള്ളാഹുവിൻ്റെ കലാഹ് ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നമുക്ക് അത് പഠിക്കാനുള്ള ഒരു ബുദ്ധി കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയാം, സൂറത്തുൽ ഫതഹിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതുകൊണ്ട് ഒന്ന് കാണുക കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു കാര്യം റബ്ബിനോട് പറയുമ്പോൾ നമുക്ക് നീയത്ത് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ നീയത്ത് പോലെയൊക്കെ നമ്മളെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല ഹൃദയശുദ്ധിയോടെ കൂടി ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു അള്ളാഹുവിൻ്റെ എന്താ പറയുക സഹായം കിട്ടും എന്നുള്ളൊരു ഉറപ്പോടെ കൂടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കാണും. എനിക്ക് 1, 2, 3, 4, 100 എന്താ പറയുക 1000 തവണ അല്ല എന്ന് പറയാം എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ റബ്ബ് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ എന്താക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാഷാ അല്ലാന്നോ ഇൻഷാ അല്ലാന്നോ അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ദുആയിൽ ഉൾപ്പെടുത്തുന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.